ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ഇൻ ഡയോഡ്സ് ആണ് ഇനി ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സെനർ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ് ഡയോഡ്സിലെ രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡ്സിലും മോഡറേറ്റ് ഡോപ്പിംഗ് ഉള്ള ഒരു ഡയോഡ്സിലും സംഭവിക്കുന്നതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഡയോഡ്സിൽ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഒരു ഹൈ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് മാത്രം ഫ്ലോ ചെയ്യും. ആൻഡ് ഇവഞ്ച്വലി റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ കോവലന്റ് ബോൺസും ബ്രേക്ക് ചെയ്ത് ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഉണ്ടാവും, വിച്ച് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ. അങ്ങനെ ഡയോഡ് ഡാമേജ് ആയിപ്പോവും. അപ്പം ഇവിടെ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കാരിയേഴ്സിന് നമ്മൾ ഹൈ വെലോസിറ്റിയോട് കൂടി കാരിയേഴ്സ് പോയി വേറെ കോവലന്റ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യും, വേറെ ആറ്റംസിനെ കൊളൈഡ് ചെയ്ത് ഈവൻ മോർ കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് പോലെ ഒരു കാരിയർ ചെന്ന് വേറൊരു കാരിയറിനെ കൊളൈഡ് ചെയ്ത് അവിടുന്ന് വീണ്ടും വീണ്ടും കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 1, പിന്നെ 2 പിന്നെ 4 അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കാരിയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് as അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു ഹൈ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കാരിയേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുന്നത്. ബിക്കോസ് ദീസ് കാരിയേഴ്സ് അറ്റൈൻ ഹൈ കൈനറ്റിക് എനർജി and they move with very high velocity and hit the other carrier atoms to generate charge carriers. അതേസമയം സെനർ ബ്രേക്ക് ഡൗണിൽ എന്താ സംഭവിക്കാൻ നോക്കിക്കേ. സെനർ ബ്രേക്ക് ഡൗണിൽ നമ്മൾ നോർമലി ഹെവി ഡോപ്പിംഗ് ഉള്ള ഒരു ഡയോഡാണെങ്കിൽ, ഹെവിലി ഡോപ്ഡ് ഡയോഡാണെങ്കിൽ ആ ഡയോഡിൽ നമ്മൾ ചെറിയൊരു റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും ദ കാരിയേഴ്സ് ഗെറ്റ് energy to hit other atoms, and thus there will be a large amount of carriers which result in higher reverse current and eventually breakdown. അപ്പോൾ ഇത്തരം ബ്രേക്ക് ഡൗണുകളാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാം അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ when a reverse voltage increases, the velocity of carriers increases, and this leads to higher kinetic energy of the carriers. But these carriers move with high kinetic energy, collide with other atoms to break their covalent bonds. അപ്പോൾ ഹൈ കൈനറ്റിക് എനർജിയോട് കൂടി വരുന്ന ഈ കാരിയേഴ്സ് മറ്റ് ആറ്റമുകളെയും ഹിറ്റ് ചെയ്ത് അവരുടെ കോവാലന്റ് ബോൺസിനെയും ബ്രേക്ക് ചെയ്ത് there will be a generation of more carriers. അങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആയിട്ട് ഒരുപാട് കാരിയേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവും. ഒരെണ്ണം 2 എണ്ണമാവും, 2 എണ്ണം 4 എണ്ണമാവും, ആൻഡ് ഇവൻച്വലി ഒരു ലാർജ് എമൗണ്ട് ഓഫ് കാരിയേഴ്സ് ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെ ഫർദർ റിസൾട്ട്സ് ഇൻ ലാർജർ നമ്പർ ഓഫ് കാരിയേഴ്സ് ആൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് ഡയോഡ്. ഇത്തരം ബ്രേക്ക് ഡൗണിനെയാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് അറ്റ് അബൌട്ട് 6 volt or more reverse voltage. Now let me give you a simple demonstration about avalanche breakdown. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത് മഞ്ഞുമലകളാണ് അല്ലേ? ഈ മഞ്ഞുമലകളെയാണ് അവലാഞ്ച് ഹിൽസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് അവലാഞ്ച്? ദാറ്റ് ഈസ് ബിക്കോസ് യു ക്യാൻ സീ വാട്ട് ഹാപ്പൻസ് ഹിയർ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ദാറ്റ് ഒരു കുറച്ച് സ്നോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ സ്നോ സ്ലൈഡ്, അല്ലെങ്കിൽ ഒരു ഹിമപ്രവാഹമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. തുടങ്ങിയപ്പോൾ ഒരു കുറച്ച് സ്നോ ഉണ്ടായിരുന്നത്, ഇറ്റ് ഇവൻച്വലി റിസൾട്ടഡ് ഇൻ ടു എ ലാർജ് മാസ് ഓഫ് സ്നോ. അപ്പം ഇത്തരം ഹിൽസിനെയാണ് അവലാഞ്ച് ഹിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ദ വേർഡ് ഇറ്റ് സെൽഫ്, അവലാഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സഡൻ അറൈവൽ ഓഫ് ടു മെനി തിങ്സ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഹിൽസ് വെച്ചുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് പറയാം റാപ്പിഡ് ഫ്ലോ ഓഫ് സ്നോ. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ ഉപയോഗിക്കുന്നത്. അതായത് കുറച്ച് കാരിയേഴ്സിൽ തുടങ്ങി, ആൻഡ് ഇറ്റ് റിസൾട്ടഡ് ഇൻ ഫൈനലി എ ലാർജ് നമ്പർ ഓഫ് കാരിയേഴ്സ് ആൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ദാറ്റ് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഡയോഡ്.
Now you can see what happens really in avalanche breakdown. ഇപ്പോൾ ഇവിടെ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ഇനീഷ്യലി നമുക്ക് ഒരു കാരിയർ ചെന്ന് നമ്മുടെ ആറ്റം ഹിറ്റ് ചെയ്തു, സിലിക്കൺ ആറ്റം. ഇറ്റ് റിസൾട്ടഡ് ഇൻ 2 കാരിയേഴ്സ്. ഈ 2 കാരിയേഴ്സ് പോയി വീണ്ടും 2 ആറ്റംസിനെ ഹിറ്റ് ചെയ്തു. ഇറ്റ് റിസൾട്ടഡ് ഇൻ 4 കാരിയേഴ്സ്. ആ 4 പിന്നെ 8 ആയി. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഒരു അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കുന്നു. 1 2 ആയി, 2 4 ആയി, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഗോസ് ഓൺ. അതായത് അവലാഞ്ച് ഹിൽസിലെ പോലെ തന്നെ ആദ്യം തുടങ്ങുമ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ അത് ഹൈ വെലോസിറ്റിയോട് കൂടി ഒരു വലിയൊരു ലാർജ് കറണ്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇറ്റ് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഡയോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്ന ഒരു പ്രോസസ്സാണ്. ഇമ്പാക്റ്റ് അയണൈസേഷൻ ആണ് ഇവിടെ നമുക്ക് അവലാഞ്ച് ബ്രേക്ക് ഡൗണിലുള്ളത്. While in Zener diode or Zener breakdown, it is in field ionization. ഇനി അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കാരിയേഴ്സ് ആണ് നടക്കുന്നത്. അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കാരിയേഴ്സ്, ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ്. ഇറ്റ് we will have initially one or very few carriers which results in multiplication. 1 2 ആവും, 2 4 ആവും, 4 8 ആവും, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. And avalanche breakdown happens for lightly and moderately doped diodes, and it occurs for higher voltage, in the sense 6 വോൾട്ടോ അതിൽ കൂടുതൽ വോൾട്ടേജ് ആണ് അവലാഞ്ച് ബ്രേക്ക് ഡൗണിന് വേണ്ടത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സെനർ ബ്രേക്ക് ഡൗണിൽ 4 to 6 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ നടക്കും. Now coming to Zener breakdown. Zener breakdown occurs in heavily doped diodes. അതായത് അവലാഞ്ച് ബ്രേക്ക് ഡൗണിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് ഹെവിലി ഡോപ്ഡ് ഡയോഡ്സിലാണ്, അല്ലെങ്കിൽ ഹയർ ഇമ്പ്യൂരിറ്റി ഉള്ള ഡോപ്ഡ് ആറ്റംസിനാണ് നമുക്ക് സെനർ ബ്രേക്ക് ഡൗൺ വരുന്നത്. സെനർ ഡയോഡ്സ് നമ്മൾ അങ്ങനെയുള്ള ഡയോഡ്സ് ആണ്, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്താൽ, ഹൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ what happens, this high electric field is enough to break down many covalent bonds. അങ്ങനെ വരുമ്പോൾ this results in more number of breaking up of more covalent bonds and more number of carriers. ഈ charge carriers eventually result in formation of large amount of current. Hope you are clear about this. ഇതിനെയാണ് Zener breakdown എന്ന് പറയുന്നത്. ഇനി ഒരു രണ്ടിൻ്റെയും തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. Zener breakdown heavily doped diodes സംഭവിക്കുക, while avalanche breakdown happens for lightly or moderately doped diodes. Zener breakdown occurs at a voltage of 4 volt to 6 volt, while avalanche breakdown occurs at a voltage of 6 volt, in the sense of reverse voltage of 6 volt or more. ഇപ്പോൾ Zener breakdown field ionization process ആണുള്ളത്, while avalanche breakdown impact ionization ആണ് ഉണ്ടാകുന്നത്. 1 2 ആവുന്നു, 2 4 ആവുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സ്. ആൻഡ് Zener breakdown ഹൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ചെറിയൊരു റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും they get enough energy to break up all the covalent bonds and results in large number of carriers. അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ ഹൈ റിവേഴ്സ് വോൾട്ടേജ് കാരണം അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ലാർജ് നമ്പർ ഓഫ് കാരിയേഴ്സ്. ആൻഡ് Zener ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ Zener ഡയോഡ്സിൽ they exhibit
in Zener breakdown, in such case of diodes, they exhibit negative temperature coefficient of, that is breakdown voltage decreases with temperature. എന്താന്ന് വെച്ചാൽ അതായത് ടെമ്പറേച്ചർ കൂടും തോറും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇപ്പം 5 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ ആവേണ്ടതാണെങ്കിൽ അതിനു മുമ്പേ ബ്രേക്ക് ഡൗൺ ആയിക്കോളും. ദാറ്റ് മീൻസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗണിലാണെങ്കിൽ ദ എക്സിബിറ്റ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ്, ദറ്റ് ഈസ് ടെമ്പറേച്ചർ temperature കൂടും തോറും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓൾസോ ഇൻക്രീസസ്. So that's about avalanche and Zener. Now you can see the VI characteristics of avalanche and Zener breakdown. രണ്ടും തമ്മിലൊരു ഡിഫറൻസ് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. You can see what happens here. ഫോർവേഡ് ബയാസിങ്ങിൽ എല്ലാ ഡയോഡും ഒരുപോലെ തന്നെയാണ്. ഇത് 0.6 or 0.7 വോൾട്ട് ഫോർ സിലിക്കൺ. ആ ഒരു സമയത്ത് എത്തുമ്പോൾ ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ബട്ട് ഇൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഓരോ ഡയോഡിന് ഇപ്പം സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് അറ്റ് അബൌട്ട് 4 വോൾട്ട് ഓർ 4 to 6 വോൾട്ട് ആ ഒരു റേഞ്ചിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അതായത് ആ ഒരു വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ദർ വിൽ ബി എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ കറണ്ട് വിച്ച് റിസൾട്ട്സ് ഇൻ സെനർ ബ്രേക്ക് ഡൗൺ. അതേസമയം അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഏകദേശം 6 വോൾട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോൾട്ടേജോ റിവേഴ്സ് വോൾട്ടേജോ കൊടുക്കുമ്പോൾ വരുന്നതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു ബ്രേക്ക് ഡൗൺ. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ ഇൻ ദ സെൻസ് സെനർ കറണ്ട് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളൊരു കറണ്ട് ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ആൻഡ് ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. Now let us see or have a comparison between normal PN junction diode and Zener diode. ഇപ്പോൾ PN junction diode എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that conducts only in one direction, forward biasing മാത്രമേ ഉള്ളൂ അല്ലേ. In Zener diode എന്ന് പറഞ്ഞാൽ they are specifically designed diodes. എന്തിനു വേണ്ടിയിട്ടാണ്? റിവേഴ്സ് കണ്ടീഷനിൽ അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിങ്ങിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യുന്ന ഡയോഡ്സ് ആണ് Zener ഡയോഡ്സ്. അപ്പോൾ അവർക്ക് റിവേഴ്സ് വോൾട്ടേജിലും ഡാമേജ് ആവാതെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വാട്ട് ദേ ഹാവ് ഇനഫ് ടൈപ്പ്, അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി അവരെ ഡോപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സച്ച് ദാറ്റ് ദേ ഡോണ്ട് ഗെറ്റ് ഡാമേജ് വിത്ത് ഹയർ റിവേഴ്സ് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ PN ജംഗ്ഷൻ, നോർമൽ PN ജംഗ്ഷൻ്റെ ഡയോഡ്. ഒരു സൈഡിൽ കൂടെ മാത്രം കണ്ടക്ഷൻ നടക്കുള്ളൂ. വൈൽ ഇൻ Zener ഡയോഡ് ദിസ് ഇസ് ഹൗ യു ഹാവ് എ Zener ഡയോഡ്. അപ്പോൾ ആ ഒരു ഡയോഡിൻ്റെ ഇവിടെ ഒരു Z വെച്ചാൽ മതി. അപ്പോൾ സെനറിൻ്റെ Z ഇവിടെ വെച്ചിരിക്കുകയെന്ന് ഓർത്താൽ മതി. ദറ്റ് ഇസ് Zener ഡയോഡ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ സാധാരണ ഡയോഡിൻ്റെ കൂടെ ഒരു Z വെച്ച Zener ഡയോഡായി. Now VI characteristics, that's also important. അതിന് നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡിൽ ഞാൻ പറയാം. Now let us see what is reverse current effect in a PN junction diode. അപ്പോൾ റിവേഴ്സ് കറണ്ട് കൂടുന്നതനുസരിച്ച് PN junction ഡാമേജ് ആയി പോകും. but it does not damage a Zener diode junction. ഈ ഡോപ്പിംഗ് ലെവൽ സാധാരണ PN ജംഗ്ഷനിൽ ഡോപ്പിംഗ് നോർമൽ ഡോപ്പിംഗ് റേഞ്ച് ആണ്. while in Zener diodes they give heavy doping. ഇനി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻ കേസ് ഓഫ് PN junction is at a higher voltage, while in Zener diode they are designed to break down at, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ലെസർ വോൾട്ടേജ് ദാറ്റ് വിൽ ബി 4 to 6 വോൾട്ട്. ഓക്കെ, ഇനി Ohm's law, the PN junction diode obeys Ohm's law while Zener diode does not obey Ohm's law. Why? Because നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടണം. പക്ഷേ ഇൻ Zener diode വാട്ട് ഹാപ്പൻസ് ഇസ് വോൾട്ടേജ് കൂടുമ്പോഴും കറണ്ട് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞ് കറണ്ട് എത്ര കൂടിയാലും ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ VI characteristics. You are going to that. And applications of PN junction diode, that is for rectification, while in Zener diodes are normally used as a voltage stabilizer or for over voltage protection. അങ്ങനെയുള്ള സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് Zener diode ആവശ്യമാണ്. Now let us see the VI characteristics of a PN junction and Zener diode, the difference between them. ഇതാണ് ഒരു സാധാരണ PN ജംഗ്ഷൻ്റെ VI characteristics. ഒരു നോർമൽ ഒരു ചെറിയൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഒഴിച്ചാൽ വേറെ റിവേഴ്സ് കറണ്ട് ഇല്ല. ഓക്കെ,
Normal case, and I mean forward biasing, PN junction diode and Zener diode works in the same way. They doesn't conduct until they get a barrier potential. അല്ലെങ്കിൽ ആ ഒരു knee voltage എത്തുന്ന വരെ there is no conduction. And when they attain that cut-in voltage അല്ലെങ്കിൽ knee voltage എത്തുമ്പോൾ, which is 0.7 for silicon and 0.3 for germanium എത്തിക്കഴിയുമ്പോൾ, there will be a large amount of current flow. Right. Okay. ഇനി റിവേഴ്സ് ബയാസിങ്ങിൽ എന്താ സംഭവിക്കാൻ നോക്കിക്കേ. നോർമലി പി എൻ ജംഗ്ഷൻ ഡയോഡ്സിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ എത്തിക്കഴിയുമ്പോൾ പിന്നെ വോൾട്ടേജ് സ്ലോലി കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് അതൊരു സ്ലോപ്പിംഗ് കൈൻഡ് ഓഫ് ഗ്രാഫ് ആയിരിക്കും. വൈൽ ഇൻ കേസ് ഓഫ് സെനർ ഡയോഡ് യു ക്യാൻ സി ആ ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തേരെ കറണ്ട് കൂടിയാലും ദർ വിൽ ബി നോ ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. ഒരു സ്റ്റീപ്പ് കറണ്ട് ഫ്ലോ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു സ്റ്റീപ്പ് ഇൻ ദ സെൻസ് ഒരു ഷാർപ്പ് കറണ്ട് ഫ്ലോ. ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറണ്ട് ഇൻക്രീസ് ആണ് നമ്മൾ കാണുന്നത്. That is the difference between a Zener diode and PN junction diode. That's all for this video. Thank you all. So that's all about breakdown in diodes. Thank you.